നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. എന്നും നമ്മൾ വിദേശ ജോലിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലും ധാരാളം ജോലി ഒഴിവുകൾ എപ്പോഴും വരാറുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പലപ്പോഴും വിദേശത്ത് പോകുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു, വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അവർക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി അവസരമാണ് ഇപ്പോൾ പറയുന്നത്. നല്ല അവസരമാണ് വന്നിട്ടുള്ളത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിരോധ വാഹനങ്ങളുടെ നിർമ്മാണത്തിലും പരിപാലനത്തിലും പ്രധാന പങ്കുവഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് AVNL. അതിനാൽ ഇവിടെ ജോലി ലഭിക്കുന്നത് വളരെ സ്ഥിരതയുള്ളൊരു ജോലിയാണ്, മികച്ച കരിയർ സാധ്യതയും നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ലഭ്യമായ ഒഴിവുകൾ വിവിധ യൂണിറ്റുകളിലായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകെ 1213 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ ടെക്നീഷ്യൻ മുതൽ അഡീഷണൽ ജനറൽ മാനേജർ, കൺസൾട്ടന്റ് ഉൾപ്പെടെയാണ് ഒഴിവുകൾ. ITI കഴിഞ്ഞവർക്ക് മുതൽ അവസരങ്ങളുണ്ട്. CA-ക്കാർക്ക് വരെ യോഗ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകളും എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കുമുള്ള ഒഴിവുകളും വന്നിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 25 ജൂനിയർ ടെക്നീഷ്യൻ ആകെ 1005 ഒഴിവുകളുണ്ട്. ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് 84 ഒഴിവുകളുണ്ട്. ഇലക്ട്രോണിക് മെക്കാനിക്ക് 69 ഒഴിവുകൾ. ഇലക്ട്രോപ്ലേറ്റർ 4 ഒഴിവുകൾ. ഫിറ്റർ ജനറൽ 400 ഒഴിവുകൾ. ഫൗണ്ടറിമാൻ 31 ഒഴിവുകൾ. ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ 2 ഒഴിവുകൾ. മെഷീനിസ്റ്റ് 216 ഒഴിവുകൾ. മെക്കാനിക്ക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് 23 ഒഴിവുകൾ. റോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ 66 ഒഴിവുകളാണുള്ളത്. പെയിൻറ്റർ ജനറൽ തസ്തികയിൽ 10 ഒഴിവുകളുണ്ട്. ക്വാളിറ്റി അഷുറൻസ് അസിസ്റ്റൻ്റ് 44 ഒഴിവുകൾ. റിഗർ 1 ഒഴിവ്. വെൽഡർ 55 ഒഴിവുകൾ. എക്സിക്യൂട്ടീവ് തസ്തികകളുണ്ട്, ആകെ 208 എണ്ണം. ജൂനിയർ മാനേജർ ഇലക്ട്രിക്കൽ 18 ഒഴിവുകൾ. ഇലക്ട്രോണിക്സ് 30 ഒഴിവുകൾ. ഹ്യൂമൻ റിസോഴ്സ് 8 ഒഴിവുകൾ. മെക്കാനിക്കൽ 92 ഒഴിവുകൾ. മെറ്റലർജി 8 ഒഴിവുകൾ. ഒഫീഷ്യൽ ലാംഗ്വേജ് 4 ഒഴിവുകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 3 ഒഴിവുകൾ. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 2 ഒഴിവുകൾ. അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് 2. സിവിൽ 1 ഒഴിവ്. കമ്പനി സെക്രട്ടറി 1 ഒഴിവ്. ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ 13 ഒഴിവുകൾ. ഇലക്ട്രിക്കൽ 2 ഒഴിവുകൾ. ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ 6 ഒഴിവുകൾ. ഇൻഫർമേഷൻ ടെക്നോളജി 3 ഒഴിവുകൾ. മാർക്കറ്റിംഗ് വിഭാഗത്തിൽ 7 ഒഴിവുകൾ. പബ്ലിക് റിലേഷൻസ് ആൻഡ് കോർപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ 1 ഒഴിവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ 1 ഒഴിവ്. മറ്റ് തസ്തികകൾ കൺസൾട്ടൻറ്റ്, ഫിനാൻസ് ആൻഡ് ഓഡിറ്റ് 1 ഒഴിവ്. അഡീഷണൽ ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് 2 ഒഴിവുകൾ. ഡെപ്യൂട്ടി ജനറൽ മാനേജർ കമ്പനി സെക്രട്ടറി 1 ഒഴിവ്. സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി 1 ഒഴിവ്. സീനിയർ മാനേജർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി 1 ഒഴിവ്. വിദ്യാഭ്യാസ യോഗ്യത, തസ്തിക എന്നിവയനുസരിച്ച് ഇനി പറയുന്ന യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം. NCVT അംഗീകൃത ITI, NTCO, NACO അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. BE BTech ഉള്ളവർക്ക് അപേക്ഷിക്കാം. MBA കഴിഞ്ഞവർക്കും MCA കഴിഞ്ഞവർക്കും അവസരങ്ങളുണ്ട്. ജേർണലിസം കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. ഫിനാൻസ്, കമ്പനി സെക്രട്ടറി തുടങ്ങിയ അനുബന്ധ യോഗ്യതകൾ വേറെയുമുണ്ട്. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രായപരിധി ജൂനിയർ ടെക്നീഷ്യൻ മുതൽ ഡെപ്യൂട്ടി മാനേജർ വരെ പരമാവധി 30 വയസ്സ്. സീനിയർ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അഡീഷണൽ ജനറൽ മാനേജർ, കൺസൾട്ടൻറ്റ് എന്നിവർക്ക് 65 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം സന്ദർശിക്കുക. വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ജോലി അവസരങ്ങൾ ധാരാളമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വെബ്സൈറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കൂ. കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം. തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.